ആളുകൾ. അതായത് നിതിനിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ ഇടത് നിരീക്ഷകൻ റെജി ലൂക്കോസ് ടെലിഫോൺ ലൈൻ ചേരുന്നു. റെജി ലൂക്കോസ്, ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടത്താൻ പോകുന്ന സിനിമാ കോൺക്ലേവ്, അതിനോട് സഹകരിക്കാൻ താരസംഘടനയ്ക്ക് താല്പര്യമില്ല, അതുപോലെ തന്നെ WCCക്ക് താല്പര്യമില്ല. അത്തരമൊരു കോൺക്ലേവ് നടത്താൻ അനുവദിക്കില്ലെന്ന് ഇപ്പോൾ പ്രതിപക്ഷവും പറഞ്ഞിരിക്കുന്നു. ആർക്കും വേണ്ടാത്ത ഈ കോൺക്ലേവ് അതവിടെ ഇരിക്കട്ടെ. പക്ഷേ ഈ കോൺക്ലേവിലെ സമിതി രൂപീകരണം അംഗമായി ഇപ്പോൾ നടൻ മുകേഷിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. താങ്കൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, മിനിറ്റുകൾക്കിടവെച്ചാണ് ഇപ്പോൾ മുകേഷിനെതിരെ നടിമാർ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ ഈ വാർത്ത കേട്ടില്ല. അതിന്റെ വസ്തുത എന്താണെന്ന് എനിക്ക് അറിയില്ല. അതിനുള്ള സാധ്യത വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിപ്പം തന്നെയല്ല, ആരോപണങ്ങൾ ആർക്കും ഉന്നയിക്കാം. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് മാത്രം തെളിയിക്കാനുള്ള ബാധ്യതകളുണ്ടാവും. പക്ഷെ ഇവിടെ ഇപ്പൊ അതൊന്നും അല്ല വിഷയം. ഇവിടെ ഇപ്പം മലയാള സിനിമയിൽ ഒരു ശുദ്ധികലശം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ല, താങ്കൾ പറഞ്ഞല്ലോ മലയാള സിനിമയിൽ ഒരു ശുദ്ധികലശം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന്. ഈ മൊഴി നൽകിയ നടിമാർ അവരും ഉന്നയിച്ചത് ആരോപണങ്ങൾ തന്നെയാണ്. അവർ നേരിട്ട പീഡനങ്ങൾ, അവർ നേരിട്ട ലൈംഗിക ചൂഷണങ്ങൾ, അവർ മൊഴി നൽകിയിരിക്കുകയാണ്. അതെല്ലാം ആരോപണങ്ങൾ തന്നെയാണ്. അത് തെളിയിക്കണം. അത് തെളിയിക്കണമെങ്കിൽ FIR രജിസ്റ്റർ ചെയ്ത കേസിന്റെ നടപടികളുമായി മുന്നോട്ട് പോകണം. പക്ഷേ കേസെടുക്കാൻ സർക്കാരിന് താല്പര്യമില്ല. പരാതിയുമായി മുന്നോട്ട് വന്നാൽ മാത്രമേ കേസെടുക്കാൻ സാധിക്കൂ എന്നാണ് സർക്കാർ പറയുന്നത്. ഈ മൊഴി കൊടുത്ത നടിമാർ തന്നെ പറയുന്നത് ഇനി പരാതി നമ്മൾ തന്നെ കൊടുക്കണമെന്നാണ്. ഒരിക്കലും അല്ല. കാരണം വെച്ചാൽ അഭിനേത്രികള്, നടികള് ഇപ്പൊ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഭയാനകമായ വസ്തുതകളാണ്. ഞാൻ അവരോട് ഒപ്പാദിക്കുന്നത്. തന്നെയുമല്ല, ഇടതുപക്ഷത്തിന്റെ തന്നെ ഒരു സർക്കാർ ഭരിക്കുമ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരിക്കുന്ന രഞ്ജിത്ത് രാജിവെക്കണമെന്നും പറഞ്ഞ് കഴിഞ്ഞ ദിവസം ആദ്യമായിട്ട് തന്നെ ഒരു പരിധിവരെ ആദ്യഘട്ടത്തിൽ തന്നെ ഫേസ്ബുക്കിൽ പ്രതികരിച്ചിട്ടാണ്. അത് ചില മാധ്യമങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്ന പക്ഷത്താണ് ഞങ്ങളെല്ലാവരും. പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ അത്തരക്കാരുടെ പക്ഷത്തൊരിക്കലും നിൽക്കത്തില്ല. അതിനുള്ള ചരിത്രപരമായിട്ടുള്ള തെളിവുകൾ നമ്മുടെ മുമ്പിൽ ഈ അടുത്ത കാലത്ത് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതല്ല വിമർശനം. ഞാൻ പറഞ്ഞത്, പിന്നെ ഗവൺമെന്റ് പരാതി നൽകിയത് മാത്രമേ അന്വേഷിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത് ആരാ പറഞ്ഞത്? ആരും പറഞ്ഞിട്ടില്ല. അവിടെ പരാതി ലഭിച്ചിട്ടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മന്ത്രി സജി ചെറിയാൻ തന്നെയാണ്, സിനിമാ മന്ത്രി സജി ചെറിയാൻ തന്നെയാണ് പറഞ്ഞത്. പരാതി നൽകിയാൽ മാത്രമേ അന്വേഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് സിനിമാ മന്ത്രി സജി ചെറിയാൻ തന്നെയാണ് പറഞ്ഞത്. സജി ചെറിയാന്റെ ഒരു വാക്കിനെ പിടിച്ചല്ലേ നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസമായിട്ടുള്ള ചർച്ച ചെയ്യുന്നത്? അദ്ദേഹം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹം പറഞ്ഞത് തിരുത്തി അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ടു. പിന്നെ ഏത് കൊമ്പനായാലും നടപടി സ്വീകരിക്കുന്നുണ്ട്. ഇപ്പൊ അതല്ല, ഏത് കൊമ്പനായാലും നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ പരാതി നൽകിയാൽ മാത്രമേ കേസെടുക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞതിൽ നിന്ന് അതിനൊരു തിരുത്തുണ്ടായില്ല. അത് അദ്ദേഹം തിരുത്തി കഴിഞ്ഞു. അതല്ലേ പറഞ്ഞ ആർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല. അതല്ലല്ലോ വിഷയം. ഇപ്പൊ നമുക്ക് ഇതിനെതിരെ നടപടി സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ ചോദ്യം. കഴിഞ്ഞതിനെ കുറിച്ചല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. സർക്കാർ 5 വനിതാ IPS ഉദ്യോഗസ്ഥരെയും 2 പുരുഷ IPS ഉദ്യോഗസ്ഥരെയും ഒരു പാനൽ തന്നെ ഇത് അന്വേഷിക്കാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. റെജി ലൂക്കോസ്, ഞാൻ അത് സംബന്ധമായ ഒരു കാര്യം ചോദിക്കട്ടെ. അതായത് ഈ 66 നടിമാരാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റിക്ക് മുന്നേ മൊഴി നൽകിയിരിക്കുന്നത്. അവർ 4 വർഷത്തിന് മുന്നേ നൽകിയ മൊഴികളാണ്. അന്നത്തെ ഒരു സാമൂഹ്യ സാഹചര്യമായിരിക്കില്ല ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ സാഹചര്യം. അവർ അന്ന് നൽകിയ മൊഴി അത് ഇനി വീണ്ടും ആ മൊഴികൾ ആവർത്തിക്കണമെന്ന് പറഞ്ഞാൽ തങ്ങൾ നേരിട്ട ഈ ലൈംഗിക ചൂഷണവും പീഡനവും എല്ലാം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ്. ശ്രീ റെജി ലൂക്കോസ്, അല്ല, ഈ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ സിമ്പിളായിട്ട് അങ്ങോട്ട് ചോദിക്കട്ടെ. ഞാൻ എന്താ പറഞ്ഞു വരുന്നതിന് മുമ്പ് നിങ്ങൾ ഇടയ്ക്ക് കയറി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കെന്താ പറയാൻ പറ്റുന്നത്? നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്നത് നിങ്ങൾ തന്നെ ചോദിക്കുന്നു. ഞാൻ പറയാത്ത കാര്യങ്ങൾ അങ്ങനെയല്ലല്ലോ ഒരു ആളോട് പ്രതികരണം ചോദിക്കുന്നത്. 1 മിനിറ്റ് വേണം, വെയിറ്റ് ചെയ്യൂ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക. അവരുടെ മൊഴി രേഖപ്പെടുത്താനായിട്ട് അവരെ വിളിക്കണം എന്നല്ല പറഞ്ഞത്. രഹസ്യമായിട്ട് അവരുമായിട്ട് ഇത് പോലീസ് അവരോട് സംസാരിക്കണ്ടേ? അവരോട് സംസാരിക്കുന്നത് അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ ബഹുമാനമല്ല. രഹസ്യമായിട്ട് അവർ പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാണ്ട് ആരും അറിയാത്ത രീതിയിൽ അവരെ കണ്ട് അവരുടെ കാര്യങ്ങൾ എന്താണെന്ന് അവരുടെ മൊഴികൾ രേഖപ്പെടുത്തി. ഒരു മൊഴി രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇന്ത്യൻ നിയമത്തിലെ സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. അതിനൊരു നടപടി സ്വീകരിക്കണം. നിങ്ങൾ ഒരു സംശയം പേരിക്കണ്ട. ഇത്ര ആരോപണങ്ങളുമായിട്ട് പുറത്തു വന്നിരിക്കുന്ന ഈ പേരുകാര് ജയിലിനുള്ളിലാവുന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. കാരണം അവരാകണം. കാരണം ഞാൻ നിങ്ങളോട് ഇന്നലെ ചർച്ച പറഞ്ഞില്ലേ, സിനിമയുടെ 10-30 വർഷങ്ങൾക്ക് മുമ്പ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ, വളരെ ഉത്തരവാദിത്തപ്പെട്ട മേഖലയിൽ തന്നെ. അപ്പൊ അതുകൊണ്ട് അന്നത്തെ കാലത്ത് ഒരു നിർമ്മാതാവും സംവിധായകനും മാത്രമാണ് അതിൻ്റെ അകത്തെ കിങ് എന്ന് പറയുന്നത്. അവരുടെ മുമ്പിൽ ഇവരൊന്നും ഇത്തരം വിളയാട്ടങ്ങൾ നടത്തുന്നില്ല. അന്ന് വളരെ സംശുദ്ധമായ രീതിയിലാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മാറി പുതിയ തലമുറ സിനിമയിലേക്ക് കടന്നു വന്ന അവരുടെ സർഗാത്മക കഴിവുകൾ പ്രകടിപ്പിച്ച് സിനിമയെ വലിയ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവരെ പോലും പുറകോട്ട് അടിക്കത്തക്ക രീതിയിൽ ഇത്തരം ചില ചെറിയ പുഴുക്കുത്തുകൾ, ഇത്തരം ദ്രോഹങ്ങളായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെ ജയിലിലിടണമെന്നുള്ള പക്ഷക്കാരാണ്. യാതൊരു തർക്കമില്ല. ഇതിനകത്ത് ഒരു രാഷ്ട്രീയവും ഇല്ല. ഇപ്പൊ മുകേഷ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോ ഡൗട്ട് മുകേഷ് നിയമത്തിന് മുമ്പിൽ വരേണ്ട ആവശ്യം വരും.
മുകേഷിനെതിരെ നടപടി സ്വീകരിക്കേണ്ടവർ നിയമം ഒരു വ്യക്തിക്കോ ആയിട്ട് പ്രത്യേക പ്രിവിലേജ് ഒന്നും കൽപ്പിച്ചിട്ടൊന്നുമില്ല. കേരളം ഇന്ത്യയുടെ നിയമത്തിൽ പ്രത്യേകിച്ച് സുപ്രീം കോടതിയുടെ നിയമം ഞാൻ ഒന്നുകൂടെ പറയാം. സുപ്രീം കോടതിയിലെ വിധിയിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു പരാതിക്കാരി പരാതി നൽകിയാൽ അത് തന്നെയാണ് തെളിവ്. ആ തെളിവനുസരിച്ച് പിന്നെ ഈ പരാതിപ്പെട്ട അല്ലെങ്കിൽ പരാതിയിൽ പ്രതിയാകപ്പെട്ട പരാമർശപ്പെട്ട ആള് തന്നെ പിന്നെ തെളിയിക്കേണ്ടി വരും. അങ്ങനെ ഒരു നിയമ സംവിധാനമുള്ള ഈ നാട്ടില് സ്ത്രീകളെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്ന ആരെങ്കിലും വരുന്നുണ്ട്. ഞാനത് പറയുന്നതിന് ഒരു കാരണമുണ്ട്. ഈ റിപ്പോർട്ടിൽ അവരുടെ പേരുകളും അവർ പറഞ്ഞിരിക്കുന്ന വ്യക്തികളെ കുറിച്ച് പുറത്തു പറയുന്ന മൊഴി കൊടുത്ത ബഹുമാനപ്പെട്ട നടികൾ അവർ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർ ആവശ്യപ്പെട്ടത്. അത് അവരുടെ വ്യക്തിത്വമായിട്ട് ബന്ധപ്പെട്ടതല്ലേ. അവരുടെ പേര് പുറത്തു വരുന്നത്, ഞങ്ങൾ ഉന്നയിച്ച ആൾക്കാരുടെ പേര് പുറത്തു വരരുത്, കാരണം ഇതൊരു കമ്മിറ്റി റിപ്പോർട്ടാണ് എന്ന് അവർ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അവർ ആവശ്യപ്പെടാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. കാരണം അവരുടെ പേര് മിസ്യൂസ് ചെയ്യപ്പെടരുത്, നാളുകളിൽ മറ്റുള്ള തരത്തിലേക്ക് പോരുന്നുള്ള ആഗ്രഹം കൊണ്ട് അവർ പറഞ്ഞത്. ഒരുപക്ഷെ അവർ ആരോപണം ഉന്നയിക്കുന്നവരുടെ പേര് പോലും പുറത്തു പറയുന്ന അവർ ആഗ്രഹിച്ചാൽ അവരുടെ വ്യക്തിത്വത്തിന്റെ അഭിപ്രായത്തിൽ നമ്മളോട് മാനിക്കണ്ടേ. ഞാൻ ആ അർത്ഥത്തിലാണ് പറഞ്ഞത്. അല്ലാണ്ട് ഇതിനെ നിങ്ങളോട് കഴിഞ്ഞ ദിവസം തന്നെ ചർച്ച ചെയ്തപ്പോൾ ഞാനൊരു ശക്തമായ നിലപാടെടുത്തൊരു വ്യക്തിയാണ്. അതായത് ശ്രീ റെജി ലൂക്കോസ്, ഈ പരാതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ, കേസ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഈ മൊഴി നൽകിയ സ്ത്രീകൾ കോടതിയിൽ ആ മൊഴിയിൽ ഉറച്ചു നിൽക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു കാര്യം നടൻ മുകേഷ് MLA കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ കേസ് എടുക്കുകയാണെങ്കിൽ ഈ മൊഴികളിൽ നിന്ന് ഈ നടിമാർ തെന്നി മാറിയാലോ എന്നുള്ളൊരു സംശയം നടൻ മുകേഷ് MLA ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ സംശയമായിരിക്കാം. ആ സംശയം സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഉന്നയിക്കുക. ഇവരാരെങ്കിലും ഉറച്ചു നിൽക്കുമെന്നുള്ളത്. അവർ ഉറച്ചു നിന്നില്ല എങ്കിൽ പിന്നെ ഈ ആരോപണം ഉന്നയിക്കുന്നതിനകത്ത് അർത്ഥിരിക്കുന്നത്. ഇതിനായി കോടതിയുടെ മുമ്പിലല്ലേ വിധി കൽപ്പിക്കേണ്ടത്. ആ കോടതി ചോദിക്കുമ്പോൾ കോടതിയുടെ തെളിവ് തരണം. കോടതിയിൽ പോയി തെളിവ് നൽകുമ്പോൾ മുഴുവൻ ഉറച്ചു വന്ന എത്ര അനുഭവങ്ങൾ ഈ സിനിമയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്, മറ്റുമായ മേഖലകളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് അവരാ തീരുമാനിക്കേണ്ടത്. എനിക്ക് തോന്നുന്നത് ഉറച്ചു നിൽക്കും, പരാതി കൊടുക്കും എന്ന് പറഞ്ഞൊരു 3-4 നടികളുടെ വാർത്തകൾ അവരുടെ തന്നെ ബൈക്കായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ അത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അവരാ ബോൾഡ് ആയിട്ടുള്ള തീരുമാനം. ഇനിയിപ്പോ അതിൽ നിന്ന് പുറകോട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം സമൂഹം അവരോടൊപ്പം, കേരളത്തിലെ പൊതുസമൂഹം ഏറ്റവും നല്ല എന്റർടൈൻമെന്റ് മേഖലയായ സിനിമ നടക്കുന്ന ഈ അഴുക്കായ വാർത്തകൾക്ക് എതിരെ ഈ ആരോപണം ഉന്നയിച്ച നടിമാർക്കൊപ്പമാണെന്നുള്ളത് ഞാൻ ഉറച്ചു വിശ്വസിക്കും. ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹം അവർക്കൊപ്പം. അതുകൊണ്ട് ഇനിയിപ്പോൾ അവർക്ക് പിന്മാറേണ്ട കാര്യമില്ല. മറ്റേ ഒറ്റപ്പെട്ടൊരു സാഹചര്യത്തിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ ഭയന്ന് വ്യക്തിത്വത്തിന് ഹാനിക്കപ്പെടുമ്പോൾ അല്ലെ ആരെങ്കിലും ആക്ഷേപിക്കുന്ന തരത്തിൽ മാറിയാൽ ഇപ്പൊ അവർക്ക് മാറണ്ട. വളരെ ബോൾഡായിട്ട് തന്നെ നായിക നടികൾ തന്നെ വെളിപ്പെടുത്തലായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ വന്ന് അവർക്ക് അതിനുള്ളൊരു പിൻബലം ഉണ്ടായി. അത് ഈ ഹേമ കമ്മിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഈ ഗവൺമെന്റിനെ കാര്യത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യണം. ശ്രീ റെജി ലൂക്കോസ്, ഞാനൊന്ന് ഇടപെടട്ടെ. അതായത് ഇപ്പോൾ മുകേഷ് ആരോപണ വിധേയനാണ്. രഞ്ജിത്ത് തൽസ്ഥാനത്ത് നിന്ന് രാജിവെച്ചു. അതുപോലെ തന്നെ സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു. മുകേഷ് MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടതല്ലേ? മുകേഷിനെതിരെയാണ് കൂടുതൽ നടിമാർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് യോഗ്യതയാണ് MLA സ്ഥാനത്ത് തുടരാനായി? തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ്. അതിനു മുമ്പ് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇവിടെ ഒരു കോൺഗ്രസിന്റെ MLA ഉണ്ട്, പെരുമ്പാവൂർ MLA. അദ്ദേഹത്തിനെതിരെ ഒരു സ്ത്രീ പരസ്യമായിട്ട് കോടതിയിൽ തന്നെ പരാതി കൊടുത്തു, DGPക്ക് പരാതി കൊടുത്തു, ഇയാളെ ജാമ്യത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. എന്തുകൊണ്ട് അയാൾ രാജിവെച്ചില്ല? ഇത്രയ്ക്കും ഹീനമായ രീതിയിൽ പ്രവൃത്തി ചെയ്തതിലേക്ക് ഇത്രയ്ക്കൊരു വാർത്ത ഒരു ജനപ്രതിനിധി ഇതുപോലത്തെ മോശമായിട്ട് പെൺകുട്ടിയോട്, ടീച്ചറോടാണ്, അധ്യാപികയോടാണ് പെരുമാറിയതിന് ഇങ്ങനൊരു പരാതി കേരള ചരിത്രത്തിൽ പോലും ഉണ്ടായിട്ടില്ല. പണ്ട് BT തോമസിന്റെ PT ശാഖയൊക്കെ രാജിവെച്ചതിന് മുമ്പിലൊക്കെ ചില കഥകളുണ്ടെന്ന് പറയുന്നത് അതിനൊന്നും ആധികാരികമായിട്ടുള്ള വെളിപ്പെടുത്തലൊന്നും ഉണ്ടായിട്ടില്ല. അന്ന് അത്ര മാധ്യമങ്ങളില്ല. എന്നിട്ട് അയാളെ കൊണ്ടെന്താ രാജിവെപ്പിക്കുക? നിങ്ങൾ എന്തുകൊണ്ടാ ഈ ചോദ്യം അയാളോട് ചോദിക്കുന്നത്, ഈ കോൺഗ്രസ്സുകാരോട് ചോദിക്കുന്നത്? അതുകൊണ്ടല്ലേ ഇന്നൊരു അലവഴപ്പും മറുപടി പ്രതിപക്ഷ നേതാവിന്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞേ. ഇത് മാധ്യമങ്ങൾ ചോദിച്ചു എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പം മുകേഷ് രാജിവെക്കണം ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്, അത് അദ്ദേഹത്തിന്റെ ധാർമ്മികത എന്നാ പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ സ്വന്തം കാര്യം വരുമ്പോഴത്തേക്കും ഇങ്ങനെയും അല്ലാത്തപ്പോൾ മറ്റൊരു രീതിയിലുള്ള നിലപാടാണ് ഇവിടുത്തെ പ്രതിപക്ഷം തന്നെ എടുക്കുന്നത്. അത് വളരെ തെറ്റാണ്. ഞാനോ വ്യക്തിപരമായിട്ട് പറയാം, അദ്ദേഹം തെറ്റ് ചെയ്തു എന്ന് ബോധ്യമുണ്ടെങ്കിൽ, അന്വേഷണ ഏജൻസികൾ അദ്ദേഹം തെറ്റ് ചെയ്തെന്ന് ഉറപ്പുണ്ടെങ്കിൽ, പിന്നെ വേറൊന്നും കൂടെ ഞാൻ പറയാറുണ്ട്, ഞാൻ ഇതിനോട് ആഡ് ചെയ്യുവാണ്. അത് വേറൊന്നുമല്ല, ആരോപിക്കപ്പെടുന്നവരാ അല്ലെ ആരോപിതരായ വ്യക്തികൾക്ക് അവർ നിരപരാധികളാണെങ്കിൽ അത് തെളിയിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അത് നമ്മുടെ പീനൽ കോഡ്, നമ്മുടെ നിയമ സംവിധാനങ്ങൾ അതിന് അടിവരയിട്ട് പറയുന്നുണ്ട്. അപ്പൊ അവരെ കുറിച്ച് ആരെങ്കിലും എന്താ പറയുക വ്യക്തിഹത്യ നടത്താൻ വേണ്ടിയിട്ട് ഈ ഒഴുക്കിന് അനുകൂലമായിട്ട് അതിനോടൊപ്പം ചേർന്ന് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പം അവർക്ക് തങ്ങൾ നിരപരാധിയാണെന്ന് തെളിയിക്കാനുള്ള അവകാശം അവർക്കും ഉണ്ട്. അങ്ങനെ കാതടക്കുന്ന വെടിവെക്കാൻ പറ്റത്തില്ല. പക്ഷെ പുറത്ത് വന്നിടത്തോളം കാലത്തിൽ ഏതാണ്ട് 90% ആരോപണങ്ങൾ സത്യമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു വാർത്താ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നവരാണെന്നുള്ളത് എനിക്കിപ്പോ ഒരു മാധ്യമ പ്രവർത്തനം. വളരെ നന്ദി ശ്രീ റെജി ലൂക്കോസ്, താങ്കളുടെ പ്രതികരണം അറിയിച്ചതിന്. ഒരു ഇടവേളയിലേക്ക്.